എന്താണ് തൃത്വോപദേശം? നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം നിത്യതയിൽ നിശ്ചയമായും 3 വ്യക്തികളായി നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇതാണ് തൃത്വോപദേശത്തിന്റെ സംഗ്രഹം. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, 3 വ്യക്തികളായി ദൈവം നിലനിൽക്കുന്നു, ആ ഓരോ വ്യക്തിയും ദൈവമാണ് എന്നുള്ളതാണ് തൃത്വോപദേശം എന്ന് പറയുന്നത്. ഇത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുവാനിടയായി. അപ്പോൾ ഒരിക്കൽ പോലും ദൈവം എന്നതിനെ 3 കമ്പാർട്ട്മെന്റായി തിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവം എന്നതിനെ 3 കമ്പാർട്ട്മെന്റായി തിരിച്ച് ഒന്ന് പിതാവ്, ഒന്ന് പുത്രൻ, ഒന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു വലിയ കുഴപ്പമുണ്ട്. കാരണം ആരും പൂർണ്ണരല്ലാതെ വരും. അതുകൊണ്ട് ഓരോ വ്യക്തിയും പൂർണ്ണ ദൈവമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഓരോ വ്യക്തിയും ഒരു ദൈവത്തിന്റെ ഒരു ഭാഗമല്ല, ദൈവം തന്നെയാണ് എന്നുള്ളതാണ് ആ റെവലേഷൻ. അതുകൊണ്ടാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ഇത് പലതരത്തിൽ ദുരുപദേശങ്ങളായി വ്യാഖ്യാനിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ തൃത്വത്തിനകത്തുള്ള നമ്മുടെ 3 കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന് നിത്യതയിൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളായി നിലകൊള്ളുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓരോ വ്യക്തിയും ദൈവമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ദൈവമേ ഉള്ളൂ. ഇത് എങ്ങനെ യോജിപ്പിക്കുന്നു മനുഷ്യത്തിന്റെ ലോജിക്ക് കൊണ്ട് സാധിക്കണമെന്നില്ല. കാരണം മനുഷ്യരുടെ ഛായയിലല്ല ദൈവം ഉള്ളത്. ദൈവം അവന്റെ സ്വരൂപം മനുഷ്യന് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ദൈവത്തെ ഗഹനമായി മനസ്സിലാക്കാനോ ദൈവത്തിന്റെ വ്യക്തിത്വത്തെ മെഷർ ചെയ്യാനോ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തൃത്വത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾ, ചില ആൾക്കാർ തൃത്വം എന്ന വാക്കിനോട് ഭയങ്കരമായ ഒബ്ജക്ഷൻ കാണിക്കാറുണ്ട്. അത് ബൈബിളിലുള്ള വാക്കാണോ? ട്രൈയൂണിറ്റി എന്നുള്ള ത്രിയേകത്വം ഇത് ബൈബിളിലുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ബൈബിളിൽ നിങ്ങൾ തൃത്വം എന്നുള്ള വാക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു തിയോളജി എന്നുള്ള വാക്കും ബൈബിളിലില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പഠിപ്പിക്കലുകൾ മുഴുവൻ ബൈബിളിൽ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം ബൈബിളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം നമുക്ക് സംശയമേ ഇല്ലാത്ത കാര്യമാണ്. പരിശുദ്ധാത്മാ ഒരു വ്യക്തിയായി പല സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ദുഃഖിക്കുന്ന വ്യക്തിയായി കാണുന്നുണ്ട്, ദൈവത്തെ വ്യക്തിയായി കാണുന്നുണ്ട്. അതിനകത്ത് പിന്നെ വലിയ സംശയമില്ല. ഈ 3 രീതിയിലും ദൈവത്തെ നമ്മൾ ബൈബിളിൽ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ആ ഉപദേശത്തെ നിർവചിക്കാൻ വേണ്ടി തൃത്വം അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. പക്ഷേ ഈ ഉപദേശം അതങ്ങനെ തന്നെ സ്വീകരിച്ചേ പറ്റൂ. കാരണം എല്ലാം നമുക്ക് മനസ്സിലാകണം നിർബന്ധമില്ല. എന്നാൽ ഏറ്റവും ലോജിക്കലായിട്ട്, ഏറ്റവും യുക്തിസഹമായിട്ട് ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുവാൻ ഈ തൃത്വോപദേശത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനുഷ്യന്റെ ഒരു ലോജിക്കല്ല, ദൈവം എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ആ ഇൻഫിനിറ്റ് ദൈവത്തിനെ ഒരു വ്യക്തിയായി കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലൊരു സിംഗുലർ വ്യക്തിയായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. ദൈവം എന്ന നിർവചനത്തിൽ, ദൈവം എന്ന വാക്കിന്റെ നിർവചനത്തിൽ തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അധികം തർക്കത്തിന് മുതിരുകയില്ല. അപ്പോൾ തൃത്വത്തെക്കുറിച്ച് ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, തൃത്വം എന്ന ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? ദൈവം 3 വ്യക്തികളായി നിലകൊള്ളുന്നു, 3 വ്യക്തി, ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് തൃത്വോപദേശം. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവത്തെ 3ആയി വിഭജിച്ച് കിട്ടുന്നതല്ല തൃത്വം എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്, പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ പൂർണ്ണ ദൈവം തന്നെയാണ്, പിതാവ് എന്ന് പറയുമ്പോൾ പൂർണ്ണ ദൈവമാണ്. ഒരു ദൈവത്തിന്റെ 3-1 അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് തൃത്വോപദേശത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ദൈവത്വത്തിലോ സ്വഭാവ ഗുണങ്ങളിലോ, നമ്മൾ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്വഭാവ ഗുണങ്ങളിലോ പ്രകൃതത്തിലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്തെല്ലാമാണോ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, അതെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തന്നെയാണ്. ഇനി എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും പരസ്പരം ഇടപെടുന്ന രീതിയും സൃഷ്ടിയും വീണ്ടെടുപ്പും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, നമ്മളുമായി സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ തൃത്വം എങ്ങനെ ഇടപെടുന്നു, ആ ഓരോ വ്യക്തിയും എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിലാണ് വ്യത്യാസമുള്ളത്. ശരിക്കും വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓരോ വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും സ്വഭാവത്തിലോ പ്രകൃതത്തിലോ ദൈവത്വത്തിലോ ഒന്നുമില്ല. പക്ഷേ റോൾ നോക്കുമ്പോൾ, സൃഷ്ടിയുടെ കാര്യത്തിലായാലും രക്ഷയുടെ കാര്യത്തിലായാലും പരസ്പരമുള്ള റിലേഷന്റെ കാര്യത്തിലായാലും റോൾ നോക്കുമ്പോൾ ഫങ്ഷണൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് 3 വ്യക്തി എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 2 തരത്തിലുള്ള എക്സ്ട്രീം ഫോംസ്, അതായത് 3 എന്നുള്ളതിനെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് ട്രൈതീസമാണ്. ട്രൈതീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു മതങ്ങളിലൊക്കെ കാണുന്ന പോലെ 3 വ്യത്യസ്ത ദൈവങ്ങളാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതും ഒരു ത്രിമൂർത്തികൾ അല്ലെങ്കിൽ ട്രൈതീസം എന്ന് പറയും. ട്രൈതീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വ്യത്യസ്ത ദൈവങ്ങളാണ്. അതിനെ നമ്മൾ തള്ളിക്കളയുന്നു. അങ്ങനെയല്ല ത്രിയേകത്വം, വേദപുസ്തകത്തിലെ ത്രിയേകത്വം എന്ന് പറയുന്നത് ഒരു ദൈവം എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ മാറ്റുന്നില്ല. അതാണ് ഒരു സൈഡിലോട്ട് പോയാൽ ആളുകൾ അങ്ങനെ പറയാം. ഇങ്ങനെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മോഡലിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം. മോഡലിസം എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, പിതാവ് എന്ന വ്യക്തി തന്നെയാണ്, പുത്രൻ എന്ന വ്യക്തി തന്നെയാണ്, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി.
അപ്പോൾ ഒരു വ്യക്തിയെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ എക്സ്ട്രീമിലേക്ക് വന്നു. ആ ദൈവത്തിന്റെ പേഴ്സണാലിറ്റിയിലുള്ള കോംപ്ലക്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമാകുന്നത് കൊണ്ടാണ്, മനുഷ്യരെ പോലെ തന്നെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് എക്സ്ട്രീംസും അവിടെ ഉണ്ടാകുന്നത്. അപ്പം രണ്ട് ദുരുപദേശങ്ങൾ, ആദ്യകാലത്ത് ഖണ്ഡിക്കപ്പെട്ട രണ്ട് ദുരുപദേശങ്ങൾ, ഒന്ന് ട്രൈത്തീസം, മറ്റൊന്ന് മോഡലിസം. മോഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ മൂന്നായി മൂന്ന് മോഡുകളിൽ വരുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ദുരുപദേശം, ഇന്നും ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ഒരു ദുരുപദേശമാണ് ആര്യനിസം, അല്ലെങ്കിൽ അരിയൂസ് തുടങ്ങി വെച്ച വേദവിപരീതം. ഏലിയനിസം എന്ന് പറയുന്നത് യഹോവയുടെ സാക്ഷികൾ എന്ന് വിളിക്കുന്ന ജഹോവാസ് വിറ്റ്നസസ് ഇന്നും അനുവർത്തിച്ചു പോരുന്ന ഒരു ഉപദേശ രൂപമാണ്. അപ്പോൾ ഈ ഒരു ഉപദേശ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാജമാണ്. കാരണം അത് സ്ഥാപിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ബൈബിൾ തന്നെ എടുത്തു മാറ്റി. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടതാണ്. ഒരു ദൈവം എന്നുള്ളത് എങ്ങനെയാണ്, ദൈവം ഒരു ദൈവം എന്ന ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു അവർ മാറ്റി എഴുതി. അപ്പൊ അങ്ങനെ കുറെ വേദപുസ്തകങ്ങളിലെ വചനങ്ങളെല്ലാം മാറ്റി എഴുതിയ ഒരു വിധത്തിലാണ് അവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ പരിശ്രമിക്കുന്നത്. എന്നിട്ട് പോലും ബൈബിൾ പൂർണ്ണമായും വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അവർക്ക് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയനിസം എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആ ഒരു ഉപദേശമാണ് യഹോവയുടെ സാക്ഷികൾ ഇന്ന് പിന്തുടരുന്നത്. നമ്മൾ ഇന്ന് ചുറ്റുമുള്ള ദുരുപദേശങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഇന്നേ വരെ ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വന്ന സമയത്ത് എപ്പോഴെങ്കിലും പഠിച്ച് സഭയുടെ കൗൺസിലുകൾ തള്ളിക്കളഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ, ഫ്രിഞ്ച് ഉപദേശങ്ങളാണ് ഇതെല്ലാം. മോഡലിസം ആയാലും ഏരിയനിസം ആയാലും എല്ലാം. ഓക്കെ, ഏരിയനിസം ആൻഡ് സബോർഡിനേഷനിസം അതിന്റെ കൂടെ വരുന്നതാണ്. പിതാവായ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം, ഇതിന്റെ താഴെ ചെറിയ ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ളത്. അതിനെന്താണ് പ്രോബ്ലം? പിതാവും പുത്രനും തമ്മിൽ നേച്ചറൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദൈവങ്ങളായി പോകും. അപ്പോൾ സത്യത്തിൽ അവർ വിശ്വസിക്കുന്ന ഒരു വലിയ ദൈവം, പ്രകൃതത്തിൽ അത്രയും തുല്യമില്ലാത്ത ചെറിയ ദൈവം, യേശുക്രിസ്തുവിന് ചെറിയ ദൈവമായിട്ട് കാണും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. വലിയ ദൈവമായ യഹോവയും ചെറിയ ദൈവമായ ക്രിസ്തു എന്ന രീതിയിൽ. ഇത് സബോർഡിനേഷനിസം ഇൻ നേച്ചർ, അത് നാച്ചുറലി സബോർഡിനേറ്റഡ് ടു ഫാദർ എന്നുള്ള അർത്ഥത്തിൽ പുത്രനെ നിർവചിക്കുന്ന ആളുകളുണ്ട്. സബോർഡിനേഷനിസം എന്ന് പറയുന്നത് ഫുൾ ഡെയിറ്റി ഓഫ് ക്രൈസ്റ്റ് ഇല്ല, അതായത് പിതാവിനെ പോലെ ഒരു ദൈവമല്ല പുത്രൻ എന്നുള്ള ഉപദേശം. അത് ഈ അടുത്ത ഇടെയാണ് വളരെയധികം വ്യാപരിച്ചത്. ഈ ഒരു ഷാജി ജോസഫ് പൂക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് വളരെയധികം വികലമായ രീതിയിൽ ഇത് അവതരിപ്പിച്ച് അനേകം ആൾക്കാരെ ഈ ഒരു ചെറിയ ക്രിസ്തു വലിയ ദൈവം പിതാവ് എന്ന രീതിയിലുള്ള ഒരു ഉപദേശത്തിലേക്ക് കൊണ്ടുവന്ന് തളച്ചിട്ടുണ്ട്. അവര് ഒരു പ്രത്യേകതരം കൾട്ടാണ്. ഈ എൻഡ് ടൈം കൾട്ടുകളിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഷാജി ജോസഫ് പൂക്കാട്ടുപടി കൾട്ട്. അവര് പേരെടുത്ത് ഞാനത് പറയാനുള്ള കാരണം, കൺവെൻഷണൽ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി, കൺസർവേറ്റീവ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വ്യതിചലിച്ച് നീങ്ങുന്ന ആളുകൾ, ഗേറ്റ് മിനിസ്ട്രീസ്, അതുപോലെ ഈ മിനിസ്ട്രി എല്ലാം ഈ കേരളത്തിൽ അന്ത്യകാലത്ത് വന്നിട്ടുള്ള കൾട്ടുകളാണ്. അവര് ലോകം അവസാനിക്കാൻ പോകണമെന്ന് വിശ്വസിക്കുകയും ഇപ്പോൾ തന്നെ ഏകദേശം തീരാറായി എന്ന് വിശ്വസിക്കുകയും പീഡനകാലം വന്നു കഴിഞ്ഞെന്ന് വിശ്വസിക്കുകയും അവര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കുക. അതായത് മൂന്നാറിലും വയനാട്ടിലും ഇടുക്കിയിലൊക്കെ പല സ്ഥലങ്ങളിൽ സ്ഥലം മേടിച്ചിട്ട് പീഡനങ്ങൾ വരുമ്പോൾ അവിടെ പോയി താമസിക്കാം. കാരണം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കൃഷി ചെയ്ത് താമസിക്കാം എന്ന് വിചാരിച്ച് അവർ സ്ഥലം വാങ്ങിച്ചു വിട്ടുകയാണ്. അപ്പോൾ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി സ്ഥലം വാങ്ങിച്ച് അവിടെ ഇടാം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും പിടിക്കാത്ത ഒരു രഹസ്യ സ്ഥലമാണ് ഇടുക്കി വയനാട് എന്നാണ് അവർ വിചാരിക്കുന്നു തോന്നുന്നു. അത് നിങ്ങളുടെ അഥവാ പൈസ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, അവിടെ കൂലിപ്പണി ചെയ്ത് നിങ്ങൾക്ക് ഉള്ള ആഹാരം നിങ്ങൾക്ക് സമ്പാദിക്കാം. വയ്യാത്തവരേക്ക് എന്ത് ചെയ്യുന്ന അറിയില്ല, എന്തെങ്കിലും പരിപാടി കാണുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എൻഡ് ടൈം കൾട്ടുകൾ എല്ലാ സമയത്തും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ എവിടെ ആരെ നോക്കിയാലും ഈ കൾട്ടുകളിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സത്യത്തെ അവർ വളച്ചൊടിച്ചിരിക്കും. ഒരു പ്രധാന സത്യം, ഇപ്പോൾ തൃത്വത്തെക്കുറിച്ചായാലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശമായാലും രക്ഷയെക്കുറിച്ചുള്ള ഉപദേശമാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രധാന തത്വത്തെ വളച്ചൊടിക്കാതെ അവർക്ക് ഒരിക്കലും ഒരു കൾട്ട് സ്ഥാപിക്കാൻ സാധിക്കില്ല. ഗേറ്റ് മിനിസ്ട്രി എന്ന് പറയുന്ന കൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബൈബിളിനെ തന്നെയാണ് വളച്ചൊടിച്ചിരിക്കുന്നത്. ബൈബിളിലെ ചില അധ്യായങ്ങൾ മാത്രം നമുക്കുള്ളതുള്ളൂ. പൗലോസ് മാത്രമാണ് നമ്മുടെ അപ്പോസ്തലൻ. ഒരു കാര്യം ആലോചിച്ച് നോക്കിയും, ഒരു പാസ്റ്റർ പോയി കേരളത്തിൽ വർക്ക് ചെയ്യുന്നു, വേറൊരു പാസ്റ്റർ പോയി തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നു. അവസാനം ടീച്ചിങ് വന്നു കഴിഞ്ഞപ്പം തമിഴ്നാട്ടിലെ പാസ്റ്റർ പഠിപ്പിച്ചൊന്നും നമുക്ക് വേണ്ടത് വേറൊരു സുവിശേഷമാണ് എന്ന രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരേ മെസ്സേജുമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. ഒറ്റ സന്ദേശം. പത്രോസിനും പൗലോസിനും ബർണബാസിനും എല്ലാവർക്കും ഒരേ ഒരു സുവിശേഷം. അത് വളരെ വ്യക്തമായി കർത്താവ് എഫെസ്യ ലേഖനത്തിൽ പൗലോസിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസം, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ കർത്താവ് എല്ലാവരെയും ഏകാത്മാവിനാൽ സ്ഥാനപ്പെടുത്തി അതിരുകൾ ഇല്ലാതാക്കി, മതിലുകൾ ഇല്ലാതെയാക്കി ഒരേ വിശ്വാസത്തിലേക്ക് എല്ലാവരെയും കൂട്ടിച്ചേർത്തു ക്രിസ്തുവിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ദുരുപദേശങ്ങളെല്ലാം മോഡലിസം, ട്രൈത്തീസം, ഏരിയനിസം, സബോർഡിനേഷനിസം എല്ലാം യേശുക്രിസ്തുവിന്റെ, ഒന്നുകിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവും പിതാവും പേഴ്സണലി ഒന്ന് തന്നെയാണ് എന്ന് പറയുകയോ എന്തെങ്കിലും രീതിയിലുള്ള ദുരുപദേശം ആണ് ഇതെല്ലാം AD 400 മുമ്പ് തന്നെ, അതായത് സഭ വഷളായി പോകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കണ്ടം ചെയ്യപ്പെട്ടു പോയ ഉപദേശങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ത്രിയേക ദൈവമായിരിക്കേണ്ടത് നമ്മുടെ രക്ഷയുടെ കൺഫെഷന് വളരെ അത്യാവശ്യമാണ്. കാരണം അറ്റോൺമെന്റ്, അതായത് പ്രായശ്ചിത്തയാഗം ആരുടെ മുമ്പിലാണ് അർപ്പിച്ചത്? അതുപോലെ നീതീകരണം,
ക്രിസ്തുവിനോടുള്ള ആരാധന, രക്ഷയുടെ ഉറവിടമായ രക്ഷകനായ ദൈവം, ദൈവത്തിന്റെ സ്വതന്ത്രത, വ്യക്തിത്വം, ഇങ്ങനെയുള്ള അനേകം തിയോളജിക്കൽ കാര്യങ്ങളെ നമ്മൾ ത്രിയേക ദൈവം എന്ന ഉപദേശം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒത്തിരി അടിസ്ഥാനപരമായ വേദോപദേശങ്ങൾ നിഷേധിച്ചു മാത്രമേ നമുക്ക് ത്രിയേകത്വം എന്ന ഉപദേശത്തെ എടുത്തു മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എറ്റേണൽ ഇക്വാലിറ്റി നമുക്ക് കൺഫസ് ചെയ്യേണ്ട ഒരു ഡോക്ടറാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യതയിൽ എറ്റേണലി എന്നേക്കും തുല്യരാണ്. പ്രകൃതത്തിൽ, ആട്രിബ്യൂട്ട്സിൽ, അതായത് ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ, അതുപോലെ ദൈവത്വത്തിൽ എല്ലാം എപ്പോഴും തുല്യരാണ്. എന്നാൽ റോൾ ചെയ്യുന്ന ഫംഗ്ഷന്റെ കാര്യത്തിൽ സബോർഡിനേഷൻ ഉണ്ട്. അതായത് കീഴ്പ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കീഴ്പ്പെട്ടിരിക്കുന്നതും ഈ തൃത്വത്തിലെ റോളിന്റെ ഭാഗമാണ്. കർത്താവ് പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നതും ഈ ഒരു റോളിലുള്ള വ്യത്യാസം എന്നുള്ളതല്ലാതെ ആ പ്രകൃതത്തിലോ ഗുണവിശേഷങ്ങളിലോ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു ദൈവം എന്നൊരു കൺഫെഷനും നമുക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രകൃതത്തിൽ ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്വഭാവ ഗുണങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്വത്തിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു ദൈവം എന്ന് കൺഫസ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം, തൃത്വത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ദുരുപദേശം എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പൊതുവെ ഇതൊന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക ദൈവം, ഓരോ വ്യക്തിയും ദൈവമാണ്. ഒരു ദൈവമേ ഉള്ളൂ, എന്നാൽ 3 വ്യക്തികളുണ്ട്. അത് നമ്മൾ കണ്ടു. അതുപോലെ തൃത്വത്തിൽ ഉള്ള ഓരോ വ്യക്തിയെയും വിഭജിക്കാൻ സാധിക്കില്ല. തൃത്വം എന്ന് പറയുന്ന 3 കമ്പാർട്ട്മെന്റ്സ് ചേർന്ന് ഒരു ദൈവമാകുന്നതല്ല. ഓക്കെ, അതുപോലെ ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചറിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ റോള്, നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും വീണ്ടെടുപ്പിനെ സംബന്ധിച്ചും പരസ്പരമുള്ള റിലേഷനെ സംബന്ധിച്ചും റോളിൽ വ്യത്യാസമുണ്ട്. ആ ഒരു സബോർഡിനേഷൻ ആ റോളിലുണ്ട്. അതായത് കീഴടങ്ങിയിരിക്കൽ ആ ചെയ്യുന്ന റോളിലുണ്ട്, എന്നാൽ പ്രകൃതത്തിലില്ല എന്നുള്ളതാണ്. ഓക്കെ, ദുരുപദേശങ്ങൾ നമ്മൾ ഇന്ന് കണ്ടത് എന്തൊക്കെയാണ്? ട്രൈത്തീസം, അതായത് 3 ദൈവങ്ങൾ, വ്യത്യസ്ത ദൈവങ്ങൾ എന്നുള്ള വാദം. മോഡലിസം, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, പല റോളിൽ വരുന്നു, പല മോഡിൽ വരുന്നു എന്നുള്ള വാദം. ഏരിയനിസം, യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള വാദം, സൃഷ്ടിയാണെന്നുള്ള വാദം. സബോർഡിനേഷനിസം, ചെറിയ ദൈവമാണ്, വലിയ ദൈവമല്ല യേശുക്രിസ്തു, വലിയ ദൈവം പിതാവാണ്, പിതാവിന്റെ കീഴിലിരിക്കുന്ന ഒരു ചെറിയ ദൈവമായിട്ട് ക്രിസ്തുവിനെ കാണുന്ന സബോർഡിനേഷനിസം. അതായത് പ്രകൃതത്തിന്റെ സബോർഡിനേഷനിസം, അതായത് റോളിലല്ല. റോളിലെ സബോർഡിനേഷനിസം നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പ്രകൃതത്തിൽ സബോർഡിനേറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈക്വൽ ടു ഫാദർ അല്ലാത്ത അവസ്ഥ, അതിനാണ് നമ്മൾ സബോർഡിനേഷനിസം എന്ന ഹെറസി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ ഈസിയാണ്. നിങ്ങളിവിടെ കസേര എന്ന് പറഞ്ഞാൽ മതി, യേശുക്രിസ്തു ദൈവമൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി. അതിന്റെ കോൺസിക്വൻസ് ഭയങ്കരമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷയിൽ ഒന്നും കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ രക്ഷിച്ചത് ദൈവമല്ല എന്ന് പറയേണ്ടി വരും. രക്ഷകൻ ദൈവമല്ലല്ലോ, രക്ഷകൻ ഒരു സൃഷ്ടിയാണല്ലോ. അപ്പോൾ രക്ഷിച്ചത് ദൈവമാണെന്ന് പോലും പറയാൻ പറ്റാത്ത, എന്നെ രക്ഷിക്കുന്ന ദൈവമേ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും. ശരിക്കും ബുദ്ധി കൂടുതലാണെന്ന് വിചാരിച്ചാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഓരോരോ തത്വങ്ങളോട് വരുന്നതെങ്കിലും ഇത് നമ്മുടെ മനസ്സിലാക്കലുകളെല്ലാം വക്രീകരിച്ച് കളയുമെന്നുള്ളതാണ് ഈ ഉപദേശത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ, എനിക്കറിയാം ഈ ആധുനിക കാലത്ത് എന്നെ കേൾക്കുന്ന പല ആൾക്കാർക്ക് ഈ തൃത്വത്തെക്കുറിച്ച് സംശയമുണ്ട്. പല ആൾക്കാരും യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ലെന്നും മനുഷ്യനായിട്ട് വന്നെന്നും പിതാവ് പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നെന്നും, അതൊക്കെ ശരിയാണ്. പക്ഷെ പിതാവിന്റെ ആ നേച്ചറിന് തുല്യമല്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ദുരുപദേശത്തിൽ നിങ്ങൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നോട് ഉറപ്പിച്ച് പറയുന്നത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വചനങ്ങൾ, അതായത് ഒരു മനുഷ്യന് ബോധ്യപ്പെടാൻ എന്തുമാത്രം വചനങ്ങൾ ആവശ്യമാണോ അതിനേക്കാൾ കൂടുതൽ വചനങ്ങൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്നതായിട്ട് വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലഞ്ഞു പോകരുത് എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മൂവ്മെന്റ് കൾട്ടാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഈ തൃത്വ ഉപദേശത്തിൽ ഒരു ബലഹീനത അവർക്കുണ്ടാവും. അതെന്താണെന്നറിയില്ല. എവിടെ കൾട്ടിനെ നോക്കിയാലും, ഞാൻ ആദ്യമേ ഞാനിപ്പോൾ ഓൾറെഡി പേര് പറഞ്ഞ കൾട്ടുകളിൽ നോക്കിയപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഈ തൃത്വത്തിൽ വലിയ പഠിപ്പിക്കൽ പ്രശ്നമൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ തന്നെ അത് ആ തൃത്വത്തിലെ പഠിപ്പിക്കൽ തെറ്റായിട്ട് വെളിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലായി വരും ഇതെല്ലാം അവസാനം പറഞ്ഞു വരുമ്പോൾ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്നത് യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് മാത്രം പഠിപ്പിക്കാൻ വന്ന ഒരാളാണ്, നമുക്ക് വേണ്ടി വന്ന ആളല്ലെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം ഒന്നും പിന്നെ നമുക്കുള്ളതല്ല. സുവിശേഷം നമുക്കുള്ളതല്ല, മറ്റ് അപ്പോസ്തലന്മാർ നമുക്കുള്ളതല്ല, പത്രോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ സുവിശേഷം പോലും നമുക്കുള്ളതല്ല എന്ന് പറയുന്ന രീതിയിലാണ് അവർ. സോ എല്ലാവരും വക്രീകരണം, ഏതെങ്കിലും ഒരു പ്രധാന കാർഡിനൽ ട്രൂത്തിന്റെ വക്രീകരണം ഉള്ളതിനെയാണ് നമ്മൾ കൾട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ത്രിയേക ദൈവം എങ്ങനെയാണ് ആരാധന സ്വീകരിക്കുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകമാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ബെന്നിഹിൻ എഴുതിയ ഒരു പുസ്തകം. ഇത് ഞാനൊരു കൺവെൻഷൻ, ഒരു ക്രിസ്ത്യൻ കൺവെൻഷനെ ഞാൻ സ്നാനപ്പെട്ട ഇടയ്ക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ അവരെനിക്ക് തന്നതാണ്. ഞാനത് വലിയ അത്ഭുതകരമായ, വളരെ ഈസി ടു റീഡ് ബുക്കുകളാണ് അവർ എഴുതുന്നത്. അതുകൊണ്ട് വളരെ അത്ഭുതകരമായിട്ടിരുന്ന് വായിച്ചു. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുക. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, എന്നിൽ നിന്ന് വ്യത്യസ്തനായി, എൻ്റെ ഉള്ളിൽ വസിക്കാത്ത, എൻ്റെ ജീവനായി മാറാത്ത ആത്മാവ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് വ്യത്യസ്തനായി എൻ്റെ ദേഹത്തിന് വെളിയിൽ വന്ന് ഒരു വ്യക്തിയെ പോലെ എന്നോട് സംസാരിക്കുന്നു. മീൻസ് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല, എൻ്റെ ജീവനായി മാറിയിട്ടില്ല, ജീവൻ പകർന്നിട്ടില്ല.
ജീവൻ പകർന്നാൽ പിന്നെ ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന പോലെ ഇരിക്കും. അതായത് ആത്മാവിനോട് പറയുന്ന പോലെ ഇരിക്കും. എന്റെ ജീവനായ ക്രിസ്തു, അതായത് ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തെ, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് പകരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നില്ല, വെളിയിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ഈവനിംഗ് എന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനോട് എങ്ങനെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്? കാരണം ആത്മാവ് ഉറങ്ങുകയായിരുന്നോ നമ്മോടൊപ്പം? ആത്മാവിന് ഇത് പ്രഭാതമാണോ? ആത്മാവിന് ടൈം ഉണ്ടോ? ഇത് മോർണിംഗ് ആണോ ആത്മാവിന്? പിന്നീടാണ് ഇതൊക്കെ സുബോധം ഉള്ളിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള അനേകം പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ഈ സമയത്ത്, അതായത് ഈ ഒരു ടൈമിൽ, ഈ ലോകത്ത് സഭയെ ഒരുക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ ആരാധന സ്വീകരിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയിലാണ്. യേശുക്രിസ്തു ശുശ്രൂഷയിലായിരുന്നപ്പോൾ ആരാധന സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശേഷമാണ് ആരാധന സ്വീകരിച്ചത്. ഈ ലോകത്ത് നല്ലവൻ എന്നുള്ള പേര് പോലും കർത്താവ് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് എപ്പോഴാണ് തേജസ്കരിക്കപ്പെട്ടത്, അപ്പോൾ കർത്താവ് ആരാധന സ്വീകരിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ ആരാധന സ്വീകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവ് ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന് വരുന്നില്ല. നമ്മുടെ ആത്മാവിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും ശിഷ്യന്മാരാരും അങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോസ്തലന്മാരാരും പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ് പറയുകയോ വർത്താനം പറയുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് ആയിട്ട് ആരാധിക്കുന്ന കാണുന്നില്ല. കാരണം ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് എ സൈലന്റ് മിനിസ്ട്രി ഇൻ അസ്. നമ്മുടെ ഉള്ളിൽ ഒരു രഹസ്യ ശുശ്രൂഷ, അതായത് സ്വയം പുകഴ്ത്താത്ത, സ്വയം ഉയർത്താതെ ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വെളിയിൽ വന്നു നമ്മുടെ കയ്യിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്നില്ല. നമ്മളിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളിൽ എന്നും വസിക്കുവാനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലുള്ളത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ക്രിസ്തുവിനെ ഉയർത്തുന്ന ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നമ്മളൊരു പ്രവാചകനെ കാണുമ്പോൾ ആ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവുള്ള ആളാണെന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? ക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ടെന്ന്. അപ്പോൾ ആത്മാവ് ദൈവത്തിൻ്റെതാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവ് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ആത്മാവായിരിക്കും. അതിന് ഒരു സംശയമില്ല. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു പ്രത്യേകമായ വിവേചനം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാറുണ്ട്. ദൈവപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പുത്രനെ പ്രത്യേകിച്ച് മെശിഹായ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പിന്നെ പാവനാത്മാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ആരാധനയും സ്തുതിയും വ്യത്യസ്തമായി ഒരേ കാര്യം തന്നെ, അതായത് ആരാധന തന്നെ 3 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ട്രൈത്തീസം പോലൊരു ഹെറസിയാണ്. 3 തൃത്വത്തെ ഇൻവോക്ക് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ രക്ഷയിലുള്ളവരുടെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്തമായ റോളുകളാണ് രക്ഷയിൽ നമ്മൾ ദൈവത്തിൻ്റെതായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ റോൾ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യത്യസ്തമായ റോളുകളെ വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പക്ഷേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിൽ എന്ന് വചനമില്ല. നാമത്തിൽ സിംഗുലർ ദൈവത്തെയാണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടുമ്പോൾ 3 വ്യത്യസ്ത വ്യക്തികളായി നമ്മൾ ദൈവത്തെ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്തുതികൾ വിഭജിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിതാവിന് സ്തുതി കിട്ടി, പുത്രന് കിട്ടിയില്ല, പുത്രന് കിട്ടി, പരിശുദ്ധാത്മാവിന് കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വെൻ യു ഗ്ലോറിഫൈ ദ ലോർഡ് ഈസ് ഗ്ലോറിഫൈഡ്. അതുകൊണ്ട് വ്യത്യസ്തമായി ഇൻവോക്ക് ചെയ്യുന്നത് വേദശാസ്ത്രപരമായിട്ട് അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ഒരേ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യാം. ദാറ്റ്സ് വൺ ഗോഡ്. ആ വൺനെസ് ഓഫ് ഗോഡ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത് ശരിയല്ല. കാരണം 3 വ്യത്യസ്ത ദൈവങ്ങൾ 3 സ്ഥലത്തിരുന്ന് ആരാധന സ്വീകരിക്കുന്നില്ല. വെൻ യു ആർ ഓഫറിംഗ് ദ വർഷിപ്പ്, ഇറ്റ്സ് അക്സെപ്റ്റഡ്. ഓക്കെ, അത് ഒരു ഏക ദൈവമായിട്ടാണ് അക്സെപ്റ്റഡ് ആകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. തൃത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവിക തൃത്വത്തിലെ എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് നമുക്ക് നന്മകളെക്കുറിച്ച്, അതായത് ആത്മീക നന്മകൾ പകർത്തപ്പെടുന്നത്. സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളെല്ലാം ഈ തൃത്വത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ നിർണായകമായ ഒരു ഉപദേശമാണിത്. നമുക്ക് ഉപദേശങ്ങളെ വേർതിരിച്ചറിയുവാനും ഇത് സഹായിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 പിതാവിന് സ്തോത്രം, പുത്രന് സ്തോത്രം, പരിശുദ്ധാത്മാവിന് സ്തോത്രം എന്ന് സെപ്പറേറ്റ് ഇൻവോക്ക് ചെയ്യേണ്ട എന്ന്. അത് ഉചിതമല്ല എന്ന് കരുതി ഇതെങ്ങനെയെങ്കിലും പാട്ട് പാടിപ്പോയി ഓർത്തുകൊണ്ട് ദൈവം പിടിച്ച് ശിക്ഷിക്കുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മുടെ ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു പോയാൽ അത് വലിയ ശിക്ഷാകരമായ പാപമൊന്നുമല്ല. പക്ഷേ ഏറ്റവും ഉചിതമായി അപ്പോസ്തലന്മാർ എങ്ങനെയാണ് അത് ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ഒരു കടുംപിടുത്തമല്ല ഞാൻ പറഞ്ഞത്, ഒരു ജനറൽ അവയർനെസ് ആണ് പറഞ്ഞത്. ഓക്കെ, ദൈവം ഈ ഉപദേശത്തിൽ ഉറയ്ക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. വഞ്ചനകളിൽ നടന്നു നിൽക്കുവാൻ ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഒരു പുതിയ ടീച്ചിങ്ങായിട്ട് ആൾക്കാർക്ക് ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് അനേകം ആൾക്കാരെ കുഴി ചാടിക്കുകയും വലിയ തെറ്റുകളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം.